Hi, hello. I'm Nisha Sasikumar, Assistant Professor, AMC Group of Educational Institution, Mancheri, Ottapalam. Today, this PPT is about IFRS. This is only an introduction to this particular standard. This PPT, I'll be explaining about objectives, process, conceptual framework, and the financial elements in IFRS. This is the third series of my PPT. And now about IFRS. As earlier said, it is expansionist international financial reporting standard. So, what are the features of IFRS? ഈ സ്ലൈഡിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ട് IFRS എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിന്റെ മേജർ ഫീച്ചേഴ്സ് ഒക്കെയാണ് ഉള്ള സ്ലൈഡ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു IASB ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഡെവലപ്പ് ചെയ്ത സ്റ്റാൻഡേർഡാണ് IFRS എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ്. മേജർ ഫീച്ചർ ഇറ്റ്സ് എ ഗ്ലോബൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. ഏതൊക്കെ കമ്പനീസ് ആണോ ഔട്ട്സൈഡ് ബൗണ്ടറി കടന്ന് ബിസിനസ് ചെയ്യുന്നത് ആ കമ്പനികളെല്ലാവരും ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ തീരുമാനിക്കുകയും അവർക്കൊരു കോമൺ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന്റെ ആവശ്യം മനസ്സിലാക്കി കൊണ്ടുവന്നതാണ് IFRS ആൻഡ് ദോർഫോർ ഇറ്റ് ഈസ് എ ഗ്ലോബൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. ഏത് ഒരു വളരെ ഭംഗിയായിട്ട് ഒരു സ്റ്റാൻഡേർഡ് വളരെ ഉറപ്പായിട്ട് സ്റ്റാൻഡേർഡിൽ ഒരു ഗ്ലോബലൈസ്ഡ് അതായത് ഹൈ ക്വാളിറ്റി ആൻഡ് ട്രാൻസ്പാരന്റ് കമ്പാരബിൾ യൂണിഫോം സ്റ്റാൻഡേർഡ്സ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ IFRS ഈസ് പ്രിൻസിപ്പൽ ബേസ്ഡ് നോട്ട് റൂൾ ബേസ്ഡ്. പ്രിൻസിപ്പൽ ബേസ്ഡ് ആണ് IFRS സ്റ്റാൻഡേർഡ്സ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏതൊരു സ്റ്റാൻഡേർഡും പ്രിൻസിപ്പൽ ബേസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും കൺഫ്യൂഷൻ ഇല്ലാതെ ക്ലാരിറ്റിയോടുകൂടി ഏതൊരു സിറ്റുവേഷനെയും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരു ട്രാൻസാക്ഷനെ എങ്ങനെ റെക്കോർഡ് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ക്ലിയർ ആയി കിട്ടും ഒരു പ്രിൻസിപ്പൽ ബേസ്ഡ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. കാരണം അതിൽ ഓരോ ഐറ്റത്തിനെയും എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യും, എങ്ങനെ മെഷർ ചെയ്യും, എങ്ങനെ അത് പ്രസന്റ് ചെയ്യും എന്നുള്ളത് വളരെ ക്ലാരിറ്റിയോടുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത്രയും ക്ലാരിറ്റി ഉണ്ടായിരിക്കില്ല റൂൾ ബേസ്ഡ് ആണെങ്കിൽ. അതായത് റൂൾ ബേസ് എന്ന് പറഞ്ഞാൽ ഓരോ നാഷണൽ ബോർഡുകളും ഡെവലപ്പ് ചെയ്തതായതുകൊണ്ട് ഹാർഡ് ആൻഡ് സ്റ്റിഫാണ് റൂൾസ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഡെബിറ്റ് റൂൾ, ക്രെഡിറ്റ് റൂൾസ്. ഇപ്പൊ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ക്രെഡിറ്റ് ഓൾ ഇൻകം, ഡെബിറ്റ് ഓൾ അസറ്റ്സ്, ക്രെഡിറ്റ് ഓൾ ലയബിലിറ്റീസ്, ഇതൊക്കെ റൂൾ ബേസ്ഡ് ആയിട്ടാണ്. ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് നമ്മൾ അങ്ങനെ ബൈ ഹാർട്ട് ചെയ്യാതെ നമ്മൾ ഒരു ഐറ്റം വൈസ് എടുത്ത് അതിനെ റെക്കഗ്നൈസ് ചെയ്തു പോകുന്ന സ്റ്റാൻഡേർഡ്സ് ആണ് കുറച്ചും കൂടി ലിറ്ററലി നല്ലത്. നേരത്തെ പറഞ്ഞ ഹൈ ക്വാളിറ്റിയും ട്രാൻസ്പാരന്റും കമ്പാരബിളും യൂണിഫോമബിളും ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോൾ. സോ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഈ സ്റ്റാൻഡേർഡിന് ഈ പറയുന്ന ബേസിക് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ഇറ്റ്സ് എ ഗ്ലോബൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്, പ്രിൻസിപ്പൽ ബേസ്ഡ് ആണ്, ഹൈ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നുണ്ട്, വളരെ ട്രാൻസ്പാരന്റ് ആണ് ബോത്ത് ഫോർ ദ ഇന്റേണൽ യൂസേഴ്സിനും എക്സ്റ്റേണൽ യൂസേഴ്സിനും ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കമ്പയറബിൾ ആണ്. എക്സ് കമ്പനിയും വൈ കമ്പനിയും സിമിലർ ബിസിനസ് ചെയ്യുന്ന കമ്പനികളാണ്. അവർക്ക് രണ്ടുപേർക്കും ഔട്ട്സൈഡ് മാർക്കറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ ഈസി ആയിട്ട് അവർ രണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും എടുത്ത് കമ്പയർ ചെയ്യാൻ പറ്റും. യൂണിഫോം സ്റ്റാൻഡേർഡ്സ് ആണ് രണ്ടുപേരും ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് മാർക്കറ്റ്സിലേക്കൊക്കെ കടക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് അവരുടെ ബിസിനസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൽ എല്ലാ ഫീച്ചേഴ്സിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. And coming to the next slide, this explains the process of setting IFRS. IFRS 1 to IFRS 41 already it's declared and issued ആണ്. ഇനിയും പുതിയ സ്റ്റാൻഡേർഡ്സ് വരുന്നു. ഉള്ള സ്റ്റാൻഡേർഡ്സിൽ നിന്ന് കുറച്ചും കൂടി കൂടുതൽ എക്സ്പ്ലനേഷൻസ് അതിന് വരുന്നു, അതിന് റിവ്യൂസ് വരും, പുതിയ റിവിഷൻ വരുന്നു എന്നുള്ളതാണ്. സ്റ്റുഡന്റ് എന്നുള്ള കോൺസെപ്റ്റിൽ നമ്മൾ മനസ്സിലാക്കണം
processes before issuing a standard. ഒരു സ്റ്റാൻഡേർഡ് ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കണം what is the work behind issuing a standards. These are the processes of setting IFRS. ഇതൊക്കെ ഒരു സ്റ്റുഡൻറ് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് പറയുന്നത് വെച്ചാൽ ഒരു എക്സാം ഓറിയന്റഡ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ആർ ദി പ്രോസസ്സസ് ഓഫ് സെറ്റിംഗ് IFRS സ്റ്റാൻഡേർഡ്സ്. അപ്പൊ ഇത് ചോദിക്കുന്നത് IASB നാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ആണ് IFRS സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത്. അവര് ഇതിന്റെ പിന്നിൽ നടക്കുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണ്? 6 പ്രോസസ്സസ് ആണ് ഉള്ളത്. The first one is setting. ഏതൊരു മീറ്റിംഗും അജണ്ട എന്നുള്ള പേര് സംസാരിക്കുമ്പോൾ ഉടനെ മീറ്റിംഗ് ആണ് ഓർമ്മ വരിക. ഇതൊരു മീറ്റിംഗും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു അജണ്ട വെച്ചിട്ടാണ്. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഇഷ്യൂ ചെയ്യുന്നതിന്റെ പ്രിലിമിനറി വർക്ക് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ നീഡ്, എന്തിനാണ് എന്താണ് ആവശ്യം, ഏത് സിറ്റുവേഷൻ ടാക്കിൾ ചെയ്യാൻ ആവശ്യമാണ് ഇവിടെ ഉള്ളത്, ഏത് പ്രസന്റ് സ്റ്റാൻഡേർഡിന്റെ റിവിഷൻ ആണ് നമുക്ക് വേണ്ടി വരുന്നത്, എന്തുകൊണ്ടാണ് ആ റിവിഷൻ വേണ്ടി വരുന്നത്, എന്താണ് യൂസേഴ്സിന് ഉദ്ദേശം എന്നുള്ളതിനെ കുറിച്ച് ഒരു അജണ്ട അവർ ആദ്യം പ്രിപ്പയർ ചെയ്യും. അജണ്ട പ്രിപ്പയർ ചെയ്തതിന് ശേഷം കമ്മിങ് ടു ദി നെക്സ്റ്റ് പ്ലാനിങ് ദി. ഈ സ്റ്റേജിൽ ടീം IAS ഒരു എക്സ്പേർട്ട് ടീമിനെ ഫോം ചെയ്യും. ടീമിന്റെ മുമ്പിലേക്ക് ഈ അജണ്ട കൊടുക്കുന്നു. അവർ ആ അജണ്ട വായിച്ചതിന് ശേഷം they will start working on the preparation of a particular standard which will as required by the agenda എന്നുള്ളതാണ്. അങ്ങനെ അവര് ചെയ്തു കഴിഞ്ഞാൽ ദ ടീം അവർ ആദ്യം തന്നെ ഇറക്കുന്നത് പബ്ലിഷ് ചെയ്യുന്നത് ഒരു ഡിസ്കഷൻ പേപ്പറാണ്. ഇസ് ദ തേർഡ് പ്രോസസ്. ദ ടീം വിൽ ഡെവലപ്പ് ആൻഡ് പബ്ലിഷ് എ ഡിസ്കഷൻ പേപ്പർ. നമ്മൾ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഡിസ്കഷൻ പേപ്പർ ആദ്യം, ഫസ്റ്റ് പേപ്പർ, ദെൻ ഡ്രാഫ്റ്റ്, ദെൻ സ്റ്റാൻഡേർഡ്. അപ്പൊ സ്റ്റേജുകൾ മനസ്സിലാക്കണം കൃത്യമായിട്ട്. സോ ആദ്യം ഒരു ഡിസ്കഷൻ പേപ്പർ അവർ ഡെവലപ്പ് ചെയ്യും. ആൻഡ് at this stage the various elements of the framework are discussed in the discussion paper. അതായത് ഡിസ്കഷൻ പേപ്പർ ഈസ് പബ്ലിഷ്ഡ്, അത് പബ്ലിക്കിന്റെ ഇടയിൽ സർക്കുലേറ്റ് ചെയ്യും. ഡിസ്കഷൻ ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് എ കോംപ്രിഹെൻസീവ് ഓവർവ്യൂ ഓഫ് ദി ഇഷ്യൂ. എന്തായിരുന്നു ഇതിന്റെ പിന്നിലുള്ള ഇഷ്യൂ, ഇതിനുള്ള പോസിബിൾ അപ്രോച്ചസ് എന്തായിരുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ അപ്പൊ അതുകൊണ്ട് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഒരു ഡിസ്കഷൻ പേപ്പർ വെക്കുകയാണ് ചെയ്യുക. ഡിസ്കഷൻ പേപ്പറിന് ശേഷം the next stage is developing and publishing the exposure draft. After getting opinion and views of the പബ്ലിക്കിന്റെ ഒപ്പീനിയൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ the next അവർ ഇതിനെ ഡ്രാഫ്റ്റ് ആക്കി മാറ്റും, ഒരു എക്സ്പോഷർ ഡ്രാഫ്റ്റ് ആക്കി മാറ്റും. ആൻഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് എക്സ്പോഷർ ഡ്രാഫ്റ്റ് ഈസ് എ വെഹിക്കിൾ ഫോർ കൺസൾട്ടിങ് അഗെയിൻ വിത്ത് ദി പബ്ലിക്. വീണ്ടും പബ്ലിക്കിന്റെ അടുത്തേക്ക് ഇതിനെ നമ്മൾ കൊണ്ടുപോവാണ്. എന്തെങ്കിലും സ്പെസിഫിക് പ്രപ്പോസൽസ് ഇനി വല്ലതുണ്ടോ, എന്തെങ്കിലും അമെൻഡ്മെന്റ്സ് ചെയ്യാനുണ്ടോ എന്ന് ഡ്രാഫ്റ്റ് സാങ്ഷൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദെൻ കംസ് ദി സ്റ്റാൻഡേർഡ് ഡെവലപ്പ്. IFRS ഒരു ഉള്ള സ്റ്റാൻഡേർഡിന് റിവിഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു സ്റ്റാൻഡേർഡും ആയിരിക്കും. അത് ഡെവലപ്പ് ചെയ്ത് അത് പബ്ലിഷ് ചെയ്യും. അതോടുകൂടി നിൽക്കുന്നില്ല. ദ ലാസ്റ്റ് സ്റ്റേജ് ഇഷ്യൂവിന് ശേഷം അവര് again the IASB members and staff hold regular meetings with interested parties including other standard setting bodies, CAP, IAS, AS, INDAS. ഇവരൊക്കെ സെറ്റ് ചെയ്ത ആൾക്കാരൊക്കെ ആയിട്ട് ഡിസ്കഷൻ നടത്തിയിട്ട് പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ, ഇതിലെ ഇമ്പാക്ട്, ഇതിന്റെ ഓരോ പ്രൊവിഷൻസിന്റെ ഒക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിൽ ഈ ഫൗണ്ടേഷൻ ഫോസ്റ്റേഴ്സ് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് ടു എൻഷുർ ദി കൺസിസ്റ്റൻസി ഇൻ ദി ആപ്ലിക്കേഷൻ ഓഫ് IFRS. Okay. And now coming to the next conceptual framework for IFRS. Always accounting needs a conceptual framework. Framework is the foundation of accounting standards. എപ്പോഴും ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റണം ഇറ്റ്സ് എ ഫൗണ്ടേഷൻ. ഒരു സ്റ്റാൻഡേർഡ് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു വ്യക്തമായിട്ടുള്ള ഒരു കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റാൻഡേർഡ് സെറ്റിംഗ് പ്രോസസ്. ഒരു നമ്മൾ പറയില്ലേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ, ഇറ്റ്സ് എ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് പ്രോസസ് എന്നുള്ളതാണ്. ഇതിൽ ഈ കോൺസെപ്റ്റ് എന്നുള്ള വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദി ഗ്രൗണ്ട് വർക്ക്, ദി ബേസിസ് ആണ് അതിൽ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. സോ ഏതൊരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുമ്പോഴും അക്കൗണ്ടിങ് നീഡ്സ് എ കൺസെപ്ച്വൽ
ഫ്രെയിംവർക്ക് എന്നുള്ളതാണ്. ഈ ഫ്രെയിംവർക്ക് ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനും പ്രസന്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്ഫുൾ ആവുന്നത് എന്നുള്ളതാണ്. ആൻഡ് ഒരു ഫ്രെയിംവർക്ക് നമുക്ക് ബേസിക് ഫണ്ടമെന്റൽസ്, അതേപോലെ നമ്മുടെ ഉള്ള സ്റ്റാൻഡേർഡ്സിന് പുതിയ പുതിയ സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യാൻ അത് നമുക്ക് ഈ കൺസെപ്റ്റ് ഫ്രെയിംവർക്ക് നമുക്കൊരു ലീനിയൻസി തരും, നല്ല ബയസ്ഡ് അല്ലാത്ത ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അതേപോലെ പ്രസന്റ് സ്റ്റാൻഡേർഡ്സിനെ നമുക്കൊന്ന് റിവിഷൻ ചെയ്യണം. ഇതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റുവൽ ഫ്രെയിംവർക്ക് ഉണ്ടാവണം, വിച്ച് IFRS ഹാസ്. അപ്പോൾ ഒരു കൺസെപ്റ്റുവൽ ഫ്രെയിംവർക്ക് IFRSനുണ്ട്, ആൻഡ് ഇറ്റ് ഈസ് പ്രൊവൈഡിങ് വെരി സീരിയസ് തിയററ്റിക്കൽ പ്രിൻസിപ്പൽസ്. ഓരോ സ്റ്റാൻഡേർഡിന്റെ പിന്നിലും ഓരോ സ്റ്റാൻഡേർഡും ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു ട്രാൻസാക്ഷനെ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യും, എങ്ങനെ മെഷർ ചെയ്യും, എങ്ങനെ പ്രസന്റ് ചെയ്യും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇതുണ്ട്. സോ എവറി ഏത് ഗ്യാപ്പ് ആയാലും IAS ആയാലും AS ആയാലും IND-AS ആയാലും IFRS ആയാലും ഇതൊക്കെ സ്റ്റാൻഡേർഡ്സ് ആണ്. ഈ എല്ലാ സ്റ്റാൻഡേർഡ്സിന്റെ പിന്നിലും ഒരു കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഉണ്ടാവും. ആ കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഉണ്ടായാൽ മാത്രമാണ് പുതിയ സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യാനും ഉള്ള സ്റ്റാൻഡേർഡ്സിനെ റിവൈസ് ചെയ്തെടുക്കാനും ഒക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. In this slide, we will talk about the elements of conceptual framework. It's early said that for having an accounting standard can stand very nicely only if there is a conceptual framework on it. The elements there should be in a conceptual framework. One of the elements that they should have is the objective. That is, the objective of the financial statement should be to provide information about the financial position, performance, changes in the financial position of an enterprise, that it is useful for a wide range of users, both internal and external users. ഓരോ കൺസെപ്ച്വൽ ഫ്രെയിംവർക്കിന്റെയും പിന്നിൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുമ്പോൾ അതിനൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാവണം. ഇൻഫർമേഷൻ, എന്ത് ഇൻഫർമേഷൻ, ആർക്കാണ് അത് പാസ് ചെയ്യേണ്ടത്, and who is the target users? Investors, employees, lenders, suppliers and other traders, customers, government and others. ഇവരൊക്കെ ഇതിന്റെ യൂസേഴ്സ് ആണ്. ഇവർക്കൊക്കെ ആവശ്യമുള്ള ഇൻഫർമേഷൻ വളരെ ക്ലാരിറ്റിയോട് കൂടിയും ട്രാൻസ്പാരൻസിയോട് കൂടിയിട്ടും എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ബാധ്യത ഓരോ സ്റ്റാൻഡേർഡിനും ഉണ്ടായിരിക്കണം. And every accounting standard should underline certain assumptions. For example, basis and going concern. ഇത് assumptions ആണ്. അപ്പോൾ going concern assumptionൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്ന, ഓരോ ബിസിനസ് എൻറ്റിറ്റിയും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നാളെ നിൽക്കും, നാളെ വരെ ചെയ്യുള്ളൂ എന്നുള്ളതല്ല. ഇറ്റ് വിൽ ലീവ് ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം. ഈ ഓർഗനൈസേഷൻ ഒരു ഫോർസിയബിൾ ഫ്യൂച്ചർ വരെ, അതായത് നമ്മൾ ഒരു കണ്ണെത്തുന്ന ദൂരം വരെ കൊല്ലങ്ങളെങ്കിലും അതെന്ത് ചെയ്യും, അത് വർക്ക് ചെയ്യും എന്നുള്ളൊരു അസംഷൻ ആണ് ഉള്ളത്. അതാണ് ഗോയിങ് കൺസേൺ അസംഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് കാണാം ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവണം. ഇതിന് കുറേ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ ട്രാൻസ്പാരൻസി, റെലവൻസി ഒക്കെ അതിലാണ്. ഞാൻ അടുത്ത സ്ലൈഡിൽ അത് ഇട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് ഒരു കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡിന്റെ എലമെന്റ്സിൽ വരുന്ന ഒരു ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് അതിന് ഉണ്ടാവണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ എലമെന്റ്സ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. എലമെന്റ്സ് എന്ന് പറയുന്നത് അസറ്റ്, ലയബിലിറ്റി, ഇൻകം, expense, ഇതൊക്കെയാണ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓൾസോ ദ കമ്മിങ് സ്ലൈഡ്സ് വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് മോർ ഡീറ്റെയിൽ. ആൻഡ് ദി കോൺസെപ്റ്റ് ഓഫ് ക്യാപിറ്റൽ മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ക്യാപിറ്റൽ മെയിൻ്റനൻസ് രണ്ട് തരത്തിലുണ്ട്. ഫിസിക്കൽ ക്യാപിറ്റൽ മെയിൻ്റനൻസും ഉണ്ട്, ഫിനാൻഷ്യൽ ക്യാപിറ്റൽ മെയിൻ്റനൻസും ഉണ്ട്. ഈ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ മെയിൻ്റനൻസ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ the company's net assets at the end should be more than company's net assets at the beginning. കമ്പനിക്ക് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ മെയിൻ്റനൻസ് ഉണ്ട്, കമ്പനിയുടെ നെറ്റ് അസറ്റ്സ്, അതായത് ടോട്ടൽ അസറ്റ്സ് മൈനസ് സൈഡ് ലയബിലിറ്റീസ് എന്ന് പറയാം. ആ നെറ്റ് അസറ്റ്സ് എൻഡിലുള്ളത് കൂടുതലായിരിക്കണം, നിങ്ങളുള്ളതിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ മെയിൻ്റനൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഫിസിക്കൽ ക്യാപിറ്റൽ മെയിൻ്റനൻസ് ഉണ്ട് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ productive or operating capacity at the end should be more than the company's productive or operating capacity at the beginning.
അപ്പോൾ ഇങ്ങനെ ഈ ഒരു ക്യാപിറ്റൽ മെയിൻ്റനൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിന് ഒക്കെ ക്ലിയർ ആയിട്ട് എലമെന്റ്സ് ആയിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിരിക്കണം ഫ്രെയിംവർക്ക്. അങ്ങനെ ഒരു ഫ്രെയിംവർക്കിന്റെ നിന്നും വന്നിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് വളരെ ട്രൂ ആൻഡ് ഫെയർ ആൻഡ് റെലവെന്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. വാട്ട് എലമെന്റ്സ് ഓഫ് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ ദ ഒബ്ജക്റ്റീവ് ഉണ്ടാവണം, യൂസേഴ്സ് ആരാന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് അറിയണം, അണ്ടർലൈങ് അസംഷൻസ് എന്തൊക്കെയാണ്, അതിന് സർട്ടൻ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് അതിൽ കണക്കിലെടുക്കണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എലമെന്റ്സ് എടുക്കണം, ആൻഡ് ദി കോൺസെപ്റ്റ് ഓഫ് ക്യാപിറ്റൽ മെയിൻ്റനൻസ്. ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞു ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ, ഒരൊറ്റ വേർഡിൽ കുറേ ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻവോൾവ് ആണ്. ഒന്ന് റെലവൻസ്, അതായത് നമുക്കൊരു ഇൻഫർമേഷൻ ഇസ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് മേക്കിംഗ് എ ഡിഫറൻസ് ഇൻ ഡിസിഷൻസ് ബൈ യൂസേഴ്സ് ആൻഡ് ഹാസ് എ പ്രെഡിക്റ്റീവ് ആൻഡ് കൺഫർമേറ്ററി വാല്യൂ. എന്നാലേ നമുക്കത് റെലവെന്റ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് നമുക്കൊരു ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ that should be help for decision makers. അതിനൊരു predictive value, അതിനൊരു confirmatory value ആയിരിക്കണം എന്നാണ്. ആൻഡ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്നാണ്. അതായത് ഇൻഫർമേഷൻ, അതിൽ തന്നിട്ടുള്ള ഓരോ ഇൻഫർമേഷനും വളരെ മെറ്റീരിയൽ ആണ്. ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ അവോയ്ഡ് ചെയ്തിട്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതേപോലെ ഫെയ്ത്ത്ഫുൾ റെപ്രസെന്റേഷൻ ആണ്, കംപ്ലീറ്റ് ന്യൂട്രൽ എറർ ഫ്രീ, വളരെ സബ്സ്റ്റൻസ് ഓറിയന്റഡ് ആയിട്ട്, അതായത് ലീഗാലിറ്റിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതല്ല, വളരെ കണ്ടന്റ് ഓറിയന്റഡ് ആണ് ഫെയ്ത്ത്ഫുൾ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് കമ്പാരബിലിറ്റി, മറ്റ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടുള്ള ഒരു കമ്പാരബിലിറ്റി എൻഷുർ ചെയ്യണം, വെരിഫൈ ചെയ്യണം. അതായത് to assure users the information faithfully represents economic events, സെയിൽസ് ആയാലും പർച്ചേസ് ആയാലും അതൊക്കെ വളരെ ക്ലിയറായി വെരിഫൈ ചെയ്യാൻ പറ്റണം, ഡോക്യുമെന്റേഷൻസ് ഉണ്ടാവണം. ടൈംലിനെസ് ടു എൻഷുർ ടൈംലി ഡിസിഷൻ ബൈ യൂസേഴ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡബിലിറ്റി, അത് വളരെ ക്ലിയർ ആൻഡ് കൺസിസ്റ്റന്റ്. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഒരു വേർഡ് പറഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന റെലവൻസി, മെറ്റീരിയാലിറ്റി, ഫെയ്ത്ത്ഫുൾ റെപ്രസെന്റേഷൻ, കമ്പാരബിലിറ്റി, വെരിഫയബിലിറ്റി, ടൈംലിനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്നുള്ള ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, നൗ അസറ്റ് എന്ന് പറയുന്നത് it is a resource controlled by an entity arising out of past event and from which future economic benefits are expected to flow to the entity. ഒറ്റ വേർഡിൽ ഡിഫൈൻ ചെയ്യണം. അസറ്റ് ഇസ് എ റിസോഴ്സ് കൺട്രോൾഡ് ബൈ an entity arising out of past event and from which future economic benefits are expected to flow to the entity എന്നാണ്. നമുക്ക് പക്ഷേ ഈ ഒരു ഡെഫിനേഷൻ നമ്മൾ ബ്രേക്ക് ചെയ്ത് പഠിക്കണം ഇപ്പോഴും. റിസോഴ്സ്, അതായത് നമുക്ക് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആണ് അസറ്റ് എന്ന് പറയുന്നത്. ഇത് അസറ്റായിട്ട് മാറണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ certain ക്വാളിറ്റീസ് അത് സാറ്റിസ്ഫൈ ചെയ്യണം. ഈ റിസോഴ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ എടുത്ത് ഈ ഡെഫിനിഷനിൽ നോക്കാം. ഇതൊരു റിസോഴ്സ് ആണ്. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ മാനുഫാക്ചറിങ് ഒക്കെ ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ് ഒരു റിസോഴ്സ്. റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു റിസോഴ്സ് ആണ്. ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ആൻ എൻറ്റിറ്റി, അതായത് അതിൻ്റെ ഓണർഷിപ്പ് ഒരു കമ്പനിയുടെ കയ്യിലാണ്, ഒരു എൻറ്റിറ്റിയുടെ കയ്യിൽ, ഒരു വ്യക്തിയുടെ കയ്യിലല്ല, ഒരു എൻറ്റിറ്റിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അറൈസിങ് ഔട്ട് ഓഫ് പാസ്റ്റ് ഈവന്റ്. ഓക്കെ, നമ്മളത് ഒരു ദിവസം വാങ്ങിയതാണ്, ഒരു പാസ്റ്റ് ഈവന്റ് നടത്തി നമ്മൾ ക്യാഷ് കൊടുത്തോ ഷെയർ കൊടുത്തോ ഡിബഞ്ചേഴ്സ് കൊടുത്തിട്ടോ ഒക്കെ നമ്മൾ ഇപ്പോൾ വാങ്ങിയതാണ്, പാസ്റ്റിൽ നടന്നൊരു സംഭവമാണ്. സോ ഇറ്റ് ഈസ് ഔട്ട് ഓഫ് എ പാസ്റ്റ് ഈവന്റ്. ഇതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഫ്യൂച്ചറിൽ നമുക്ക് എക്കണോമിക് ബെനിഫിറ്റ് കിട്ടും എന്നുള്ളതാണ്. ഫ്യൂച്ചറിൽ കമ്പനിക്ക് ഒരു ബെനിഫിറ്റ് കിട്ടും, വിച്ച് ആർ എക്സ്പെക്റ്റഡ് ടു ഫ്ലോ ടു ദി എൻറ്റിറ്റി. ഈ എൻറ്റിറ്റിയിലേക്ക് ഒരു ഫ്യൂച്ചർ എക്സ്പെക്റ്റഡ് ഫ്ലോ എക്കണോമിക് ബെനിഫിറ്റ് കിട്ടും. സോ എക്കണോമിക് ബെനിഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന എല്ലാ റിസോഴ്സസും അതൊരു എൻറ്റിറ്റി ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ഒരു പാസ്റ്റ് ഈവന്റിൽ നിന്നാണെങ്കിൽ വി ക്യാൻ ടേം ഇറ്റ് ആസ് ആൻ അസറ്റ് എന്നുള്ളതാണ്. ഇനി എന്താ ഈ എക്കണോമിക് ബെനിഫിറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഒരു കമ്പനിയുടെ ഏതെങ്കിലും ഒരു ഇൻക്രീസ് ചെയ്യേ, ഒരു ലയബിലിറ്റീനെ ഇൻക്രീസ് ചെയ്യേ, അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ് കുറയേ, ഒരു ഇൻകം കൂട്ടുകയോ ചെയ്യാൻ പറ്റിയാൽ അതൊക്കെ എന്താണ്?
എക്കണോമിക് ബെനിഫിറ്റ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലാന്റ് ആൻഡ് മെഷീനറി ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ നോക്കുകയാണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി റിസോഴ്സ് ആണോ? യെസ്, ഇറ്റ്സ് എ റിസോഴ്സ്. കൺട്രോൾഡ് ബൈ എൻ എൻറ്റിറ്റി, ഇതൊരു കമ്പനി ഓൺ ചെയ്യുന്നതാണ്, കമ്പനിയാണത്. റൈസിങ് ഔട്ട് ഓഫ് പാസ്റ്റ് ഇവന്റ്, യെസ്, അത് പെർച്ചേസ്ഡ് ആണ് അല്ലെങ്കിൽ അത് ലീസ്ഡ് ആണ്, ഒരു പാസ്റ്റ് ഇവന്റ് ആണ്. ആൻഡ് ഫ്രം അതിൽ നിന്നും നമുക്ക് ഫ്യൂച്ചറിൽ എക്കണോമിക് ബെനിഫിറ്റ് കിട്ടും. കാരണം ആ മെഷീനറി ഉപയോഗിച്ച് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യും, അത് നാളെ മാർക്കറ്റിൽ വിൽക്കും, നമുക്ക് അതിൽ നിന്നും സെയിൽസ് ഉണ്ടാവും, ആ സെയിൽസ് നമ്മൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു. ഓക്കെ, സോ പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് ആൻ അസറ്റ് ഉള്ളതാണ്. അതേപോലെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, യെസ്, ലാൻഡ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. സ്റ്റോക്ക് നോക്കി നോക്കൂ, സ്റ്റോക്കിനെ കുറിച്ച് നോക്കി നോക്കൂ. സ്റ്റോക്ക് ഇസ് എ റിസോഴ്സ്, യെസ്, സ്റ്റോക്ക് റിസോഴ്സ് ആണ്. കാരണം നമുക്കന്ന് ഒരു വാല്യൂ ഉണ്ട്, അതിന് വാല്യൂ ആൻഡ് റിസോഴ്സ് ഇതാണ്. കൺട്രോൾഡ് ബൈ എൻറ്റിറ്റി, യെസ്, നമ്മൾ വാങ്ങിയതാണ് അല്ലെങ്കിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്തതാണ് പാസ്റ്റിൽ. ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ടോ? ഉണ്ട്, ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഇസ് ഫ്ലോയിങ് ടു ദി എൻറ്റിറ്റി, യെസ്, ഇറ്റ് ഇസ് ഫ്ലോയിങ് ടു ദി എൻറ്റിറ്റി. ഇറ്റ്സ് എൻ അസറ്റ്, അത് അസറ്റ് ആണ്. ഇനി അത് ഫിക്സഡ് അസറ്റ് ആണോ കറണ്ട് അസറ്റ് ആണോ എന്ന് വെച്ചാൽ ലോങ് റേഞ്ചിലേക്ക് ലോങ് ടേം യൂസിന് വേണ്ടിയിട്ടായിരുന്നു അത് എന്നുണ്ടെങ്കിൽ ഫിക്സഡ് അസറ്റ് ആവും. ഷോർട്ട് ടേമിലേക്കാണെങ്കിൽ അതെന്താവും? കറണ്ട് അസറ്റ് ആവും. അത് വേറെ ഡിഫറൻസിയേഷൻ. ഇപ്പൊ നമ്മൾ ആ വൈഡർ ടേം അസറ്റ് എന്നുള്ള വേർഡിനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പൊ ഇനി ഒരിക്കലും ഒരു കോമേഴ്സ് കുട്ടി പറയാ വാട്ട് ഇസ് എൻ അസറ്റ് നാളൊരു ഇന്റർവ്യൂവിന് ചോദിക്കുമ്പോൾ വാട്ട് ഇസ് എൻ അസറ്റ് എന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് പറയണം, അസറ്റ് ഈസ് എ resource which is controlled by an entity which is giving future economic benefit to the entity. ഫ്യൂച്ചറിൽ ഒരു എക്കണോമിക് ബെനിഫിറ്റ് തരുന്ന എല്ലാ റിസോഴ്സസും എന്താണ്? അസറ്റാണ്. അപ്പോൾ പണ്ട് നമുക്ക് എപ്പോഴും അതാണ് ഓരോ കോൺസെപ്റ്റ് ആണ് അക്കൗണ്ട്സിൽ പഠിക്കുന്നത്. ഒരിക്കലും ബൈ ഹാർട്ട് ചെയ്യാൻ പാടില്ല. അവിടെയാണ് നമുക്ക് അക്കൗണ്ട്സിൽ മാർക്ക് കുറയാൻ കാരണം. അക്കൗണ്ട്സ് ബേസിക് കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആയി കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അത് നമുക്ക് പോസ്റ്റ് ചെയ്യാനും ജേർണൽ എൻട്രി എഴുതാനും പറ്റും. ഇനി ഒരു ഐറ്റം കിട്ടിക്കഴിഞ്ഞാൽ അസറ്റ് ആണോ എന്നുള്ളത് നമുക്ക് അടുത്ത ആളുടെ പുസ്തകത്തിൽ നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ തന്നെ വായിച്ചു നോക്കാം അത് ആ എൻറ്റിറ്റിയുടെ ആണോ, അതിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഫ്യൂച്ചർ ഫ്ലോ കിട്ടുന്നുണ്ടോ, ബെനിഫിറ്റ് കിട്ടോ, വർക്ക് കിട്ടും. ഓക്കെ, അത് ലോങ് യൂസിനാണെങ്കിൽ അത് ഫിക്സഡ് അസറ്റ് ആണ്, അത് ഷോർട്ട് ടേമിലാണെങ്കിൽ അത് എന്താണ്? അത് കറണ്ട് അസറ്റ് ആണ്. അസറ്റ്സ് ഒക്കെ ഡെബിറ്റ് ബാലൻസുകളിലേക്കാണ് പോവുക എന്നുള്ളതാണ്. സോ എപ്പോഴും കോൺസെപ്റ്റ് ഓറിയന്റഡ് ആണ് എപ്പോഴും പഠിക്കേണ്ടത്. ഓക്കെ, നൗ കമ്മിങ് ടു ദി നെക്സ്റ്റ്. ലയബിലിറ്റി. പെട്ടെന്ന് അങ്ങോട്ട് ലയബിലിറ്റിയെ ഡിഫൈൻ ചെയ്യാൻ വെച്ചാൽ ലയബിലിറ്റി ഈസ് ദ പ്രസന്റ് ഒബ്ലിഗേഷൻ ഓഫ് an entity arising from past event, the settlement of which is expected result in an outflow from an entity of resources embodying economic benefits. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് വലിയൊരു വേർഡാണ്. ഒന്നുമില്ല, ഇതിനെ ബ്രേക്ക് ചെയ്യുക. ഡെഫിനിഷൻ ഹാസ് ടു ബി ബ്രേക്ക്ഡ് ആൻഡ് ലേൺഡ് എന്നുള്ളതാണ്. കാരണം നോക്കി നോക്കൂ, ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒബ്ലിഗേഷൻ ആണ്. മറ്റോടത്ത് റിസോഴ്സ് ആണ് എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് ഒബ്ലിഗേഷൻ. ലയബിലിറ്റി ഈസ് എ ഒബ്ലിഗേഷൻ, ബാധ്യതയാണ്. എവിടുന്ന് വന്ന ബാധ്യതയാണ്? ഒരു പാസ്റ്റ് ഇവന്റിൽ നിന്നും വന്ന ഒരു ബാധ്യതയാണ്. നമ്മൾ ഫോർ എക്സാമ്പിൾ ഇൻട്രസ്റ്റ്, പലിശ വന്നു. എന്തുകൊണ്ടാണ് പലിശ വന്നത്? ലോൺ എടുത്തു എന്നുള്ളതാണ്. സോ പലിശ എന്ന് പറയുന്നത് ഒരു ഒബ്ലിഗേഷൻ ആണോ, ഒരു ബാധ്യതയാണോ? ആണ്, ബാധ്യതയാണ്. ഫ്രം പാസ്റ്റ് ഇവന്റ് അല്ലേ? അതെ, ലോൺ എടുത്തതാണ്. അതുകൊണ്ട് സെറ്റിൽമെന്റ് ഓഫ് ദിസ് റിസൾട്ട്, അത് സെറ്റിൽ ചെയ്യുമ്പോൾ ഇവൻ ഔട്ട്ഫ്ലോ ഫ്രം ദി എൻറ്റിറ്റി, ആ ഒബ്ലിഗേഷൻ സെറ്റിൽ ചെയ്യുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും ഔട്ട്ഫ്ലോ ഉണ്ടാവും, പുറത്തേക്ക് പോവും. ഫ്രം ദി എൻറ്റിറ്റിയുടെ റിസോഴ്സസിൽ നിന്നും, എക്കണോമിക് ബെനിഫിറ്റിൽ നിന്നും, നമ്മുടെ റിസോഴ്സസിൽ നിന്നും എന്തുണ്ടാവും? ഒരു ഔട്ട്ഫ്ലോ ഉണ്ടാവും. അപ്പൊ അസറ്റ് നമുക്ക് ഇൻഫ്ലോ തരുമ്പോൾ ലയബിലിറ്റി നമ്മുടെ നമുക്ക് എന്ത് കൊണ്ടുവരും? എക്കണോമിക് ബെനിഫിറ്റിൽ നിന്നും ഔട്ട്ഫ്ലോ കൊണ്ടുവരും. ഓക്കെ, ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ വാട്ട് ഈസ് ലയബിലിറ്റി എന്ന് പെട്ടെന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയണം ലയബിലിറ്റി ഈസ് ആൻ ഒബ്ലിഗേഷൻ and the settlement of which, അത് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ it will result in outflow of the resources from the economic benefit എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പിന്നെ എക്സാമ്പിൾ എടുത്ത് നമ്മൾ നോക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ലോൺ അല്ലെങ്കിൽ ഡിബെഞ്ചർ. എല്ലാ ഡിബെഞ്ചർ എന്ന് പറഞ്ഞാൽ വൺ ടൈപ്പ് ഓഫ് ലോൺ ആണ്. കമ്പനീസ്
പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടുള്ള ലോണാണ് ഡിബെഞ്ചർ. ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് കൊടുക്കണം. സോ നോക്കി നോക്കൂ, ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് എന്നുള്ളൊരു കാര്യം ഒബ്ലിഗേഷൻ ആണോ? യെസ്, ബാധ്യതയാണ്, കൊടുക്കണം. പാസ്റ്റ് ഇവന്റ് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തു, ഇതിന്റെ ഭാഗമായിട്ടാണ് ആ ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് വന്നത്. അത് ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് പൈസ സെറ്റിൽ ചെയ്താൽ എന്താ സംഭവിക്കുക? ക്യാഷ് പോവും, നമ്മുടെ കമ്പനിയിൽ നിന്നും ക്യാഷ് കുറയും, അവർ പൈസ എടുത്ത് കൊടുക്കുമ്പോൾ ഔട്ട്ഫ്ലോ ഉണ്ടാവും. സോ ഡിബെഞ്ചർ ഇൻട്രസ്റ്റും ഒരു ലയബിലിറ്റിയാണ്, ഡിബെഞ്ചറും ലയബിലിറ്റിയാണ്. ലോങ് ടേം ആവാം, ചിലപ്പോൾ ഷോർട്ട് ടേം. ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് ഒക്കെ എല്ലാ വർഷവും നമ്മൾ കൊടുത്തു തീർക്കേണ്ട ഒബ്ലിഗേഷൻ ആണ്. അപ്പൊ കറന്റ് ലയബിലിറ്റി ആണ്. ഡിബെഞ്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് 5 കൊല്ലോ 6 കൊല്ലോ ഒക്കെ കഴിഞ്ഞ് പൈസ മടക്കി കൊടുത്താൽ മതി. സോ ഡിബെഞ്ചർ എന്ന് പറയുന്നത് ലോങ് ടേം ലയബിലിറ്റി ആണ്, ലോങ് ടേം ലയബിലിറ്റി ആയിട്ട് വരും എന്നുള്ളതാണ്. സോ മനസ്സിലായല്ലോ? എന്ന് പറഞ്ഞാൽ റിസോഴ്സ് ആണ്, ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒബ്ലിഗേഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ്, ഇൻകം. 5 എലമെന്റ്സ് ആണ്: അസറ്റ്, ലയബിലിറ്റി, ഇൻകം, എക്സ്പെൻസ് ആൻഡ് ഇക്വിറ്റി. എന്താ ഇൻകം? നമ്മൾ പറയാണ് ഇപ്പൊ സെയിൽസ് അത് ഇൻകം ആണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പറയണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 4 പോയിന്റ്സിൽ ഒന്ന് സംഭവിച്ചിരിക്കണം. ഒന്നെങ്കിൽ ഈ ഇൻകം എന്ന് പറയുന്ന ഐറ്റം ഇറ്റ് ഷുഡ് ഹാവ് ഇൻക്രീസ്ഡ് ദ ഇക്കണോമിക് ബെനിഫിറ്റ് ഡ്യൂറിംഗ് ദി അക്കൗണ്ടിംഗ് പീരിയഡ്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ അസറ്റ്സിന്റെ ഏതെങ്കിലും ഫ്ലോ എൻഹാൻസ് ചെയ്തിരിക്കണം, അസറ്റിന്റെ വാല്യൂ ഏതെങ്കിലും എൻഹാൻസ് ചെയ്യാൻ അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ബാധ്യത ഡിക്രീസ് ചെയ്യാൻ ഇത് ഫുൾ ആയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നമ്മൾ ഇക്വിറ്റി കോൺട്രിബ്യൂഷൻസ് ഒന്നും എടുക്കില്ല. ഇക്വിറ്റി എന്താന്ന് പറഞ്ഞാലാണ് അത് ഇക്വിറ്റി കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് മനസ്സിലാവുന്നത്. പക്ഷെ ഇങ്ങനെ മനസ്സിലാക്കിക്കോളൂ, നമ്മുടെ ഇക്കണോമിക് ബെനിഫിറ്റ് ഇൻക്രീസ് ചെയ്യോ, നമ്മളുടെ ഏതെങ്കിലും അസറ്റ് എൻഹാൻസ് ചെയ്യോ, നമ്മളുടെ ഏതെങ്കിലും ഒരു ലയബിലിറ്റി ഡിക്രീസ് ചെയ്യാനോ പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് പറയും? ആ ടേമിനെ നമ്മൾ ഇൻകം എന്ന് പറയും. പാർട്ടിസിപ്പേഷൻസിന്റെ കോൺട്രിബ്യൂഷൻ ഇൻക്രീസോ ഡിക്രീസോ ഇൻക്രീസ് ഒന്നും ഈ പാർട്ടിസിപ്പൻസിന്റെ ഇൻക്രീസ് ഒന്നും ഇതിലെടുക്കണം. 3 ഇൻക്രീസ്, 2 ഇൻക്രീസ്, 1 ഡിക്രീസ്. ഒന്ന് ഇക്കണോമിക് ബെനിഫിറ്റുള്ള ഇൻക്രീസ്, അതല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും വാല്യൂ എൻഹാൻസ് ചെയ്യാൻ സംഭവിച്ച ഇൻക്രീസ്, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ലയബിലിറ്റി ഡിക്രീസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആക്കിയിട്ടുണ്ടെങ്കിൽ അതെന്തായിട്ട് വരും? ഇൻകം ആയിട്ട് വരും. ഇപ്പോൾ sales it has increased the economic benefit during the accounting period. സംശയമൊന്നുമില്ല, നമ്മുടെ അക്കൗണ്ടിങ് പീരിയഡിലുള്ള എക്കണോമിക് ബെനിഫിറ്റ് സെയിൽസ് കാരണം കൊണ്ട് കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ എൻഹാൻസ്മെന്റ് ഓഫ് അസറ്റ്, നമ്മുടെ ഏതെങ്കിലും ഒരു അസറ്റ് നമ്മൾ എൻഹാൻസ്മെന്റിന് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതും എന്തായിട്ട് വരും? ഇൻകം ആയിട്ട് വരും. ലയബിലിറ്റി ഡിക്രീസ് ചെയ്തു, നമ്മൾ റീപേയ്മെന്റ് ചെയ്തു, നടത്തി കൊടുത്തു, അപ്പൊ അങ്ങനെ വെച്ചാൽ അങ്ങനെ നമ്മുടെ ലയബിലിറ്റി അങ്ങനെ അതുകൊണ്ട് കുറഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ സോ ദാറ്റ് ഈസ് ഡിക്രീസ് ഇൻ ദി ലയബിലിറ്റി. സോ അതാണ് ആ വേർഡ് ഇൻകം എന്ന് പറയുന്ന വേർഡ്. So income is the increase in economic benefit during the accounting period in the form of inflow or enhancement of assets or decrease of liabilities that result in an increase in equity. Now expense. Expense is നേരത്തെ പറഞ്ഞ ജസ്റ്റ് ഓപ്പോസിറ്റ്, ഡിക്രീസ് ഇൻ എക്കണോമിക് ബെനിഫിറ്റ് ഡ്യൂറിങ് ദി അക്കൗണ്ടിങ് പീരിയഡ്. നമ്മുടെ എക്കണോമിക് ബെനിഫിറ്റ് കുറഞ്ഞു. ഇറ്റ് റിസൾട്ട് ഇൻ ദി ഫോം ഓഫ് ഔട്ട്ഫ്ലോ ഓർ ഡിപ്ലീഷൻ ഓഫ് അസറ്റ്സ്, അല്ലെങ്കിൽ ഇൻകറൻസ് ഓഫ് ലയബിലിറ്റീസ് ദാറ്റ് റിസൾട്ട് ഇൻ ഡിക്രീസ് ഇൻ ഇക്വിറ്റി. അതായത് നമ്മളുടെ ഏതെങ്കിലും ഒരു അസറ്റിന്റെ വാല്യൂ ഡൗൺ ആക്കിയത്, അല്ലെങ്കിൽ നമ്മുടെ ഇക്വിറ്റി കോൺട്രിബ്യൂഷനിൽ ഡിക്രീസ് കൊണ്ടുവന്നു എന്നുണ്ടെങ്കിൽ ഇതിനെന്തായിട്ട് നമുക്ക് പറയാം? ഇൻസൈറ്റ് ചെയ്യാം എന്നുള്ളതാണ്. എക്സ്പെൻസസ് ആർ ഡിക്രീസ് ഇൻ എക്കണോമിക് ബെനിഫിറ്റ് ഡ്യൂറിങ് ദി അക്കൗണ്ടിങ് പീരിയഡ് ഇൻ ഫോം ഓഫ്, എങ്ങനെയാവാൻ സംഭവിച്ചത്? ഔട്ട്ഫ്ലോ ആയിട്ടാണ് ഉണ്ടായത്, അല്ലെങ്കിൽ നമ്മുടെ അസറ്റ് ഏതെങ്കിലും ഡിപ്ലീഷൻ ഡൗൺ ആയി, ഡിപ്ലീഷൻ ഓഫ് അസറ്റ് ഓർ ഇൻകറൻസ് ഓഫ് നമ്മുടെ ഏതെങ്കിലും ഒരു ലയബിലിറ്റി കൂടി, incurrence of liability that result in decrease in equity. Equity എന്ത് ചെയ്തു? അത് കാരണം കൊണ്ട് താഴത്തേക്ക് കൊണ്ടുവന്നു.
മുകളിലേക്ക് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻകം ആവും, ഇക്വിറ്റി ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും, എക്സ്പെൻസ് ആയിട്ട് മാറും എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ the residual interest in the assets of the entity after deducting all liabilities. അതായത് നമ്മുടെ എല്ലാ അസറ്റ്സിനും പുറമേയുള്ള ലയബിലിറ്റീസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ അസറ്റ്സ്, കറണ്ട് അസറ്റ്സ് ആൻഡ് ഫിക്സഡ് അസറ്റ്സ് അല്ല, അസറ്റ്സിന് പുറമേയുള്ള ലയബിലിറ്റീസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ബാലൻസിനെയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇതിന് വേറൊരു നല്ല പേരുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. നമ്മുടെ ഒരു ബാലൻസ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസ്, ഓണേഴ്സ് ക്യാപിറ്റൽ, ഓണേഴ്സ് ഫണ്ട് എന്ന് പറയും നമ്മൾ. ഇവരുടെ ഇറക്കിയ ക്യാപിറ്റലും ലാഭമൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള റിസർവ്സും, ഇത് രണ്ടും കൂടിയതാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിന്റെ വേറൊരു പേരാണ് ഇക്വിറ്റി. രണ്ട് മെത്തേഡ് ഉണ്ട് ഇത് കാണാൻ. ടോട്ടൽ അസറ്റ്സ് ഔട്ട്സൈഡ് ലയബിലിറ്റീസ് മൈനസ് ചെയ്താലും കിട്ടും നമുക്ക്, അതേപോലെ തന്നെ അതല്ലെങ്കിൽ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ചെയ്തു കഴിഞ്ഞാലും ഇത് കിട്ടും എന്ന് പറയുന്ന വേർഡിലേക്ക് നമ്മൾ എന്നുള്ളതാണ്. സോ ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്, ഐ എം എൻഡിങ് ദിസ് പർട്ടിക്കുലർ തിങ്. ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് എലമെന്റ്സ് ആണ് ഇപ്പൊ പറഞ്ഞത്. അസറ്റ്, ലയബിലിറ്റി, ഇൻകം, എക്സ്പെൻസ് ആൻഡ് ഇക്വിറ്റി എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ഐറ്റം റിസോഴ്സ് ആണെങ്കിൽ അത് എക്കണോമിക് ബെനിഫിറ്റ് ജനറേറ്റ് ചെയ്ത് തരുന്നുണ്ടെങ്കിൽ അത് അസറ്റ് ആണ്, ഒബ്ലിഗേഷൻ ആണ്, അത് ഔട്ട്ഫ്ലോയിലേക്കാണ് ലീഡ് ചെയ്യണ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും, ലയബിലിറ്റി ആവും. ഒരു ഇൻകം എന്ന് പറയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എക്കണോമിക് ബെനിഫിറ്റ് ഇൻക്രീസ് ചെയ്യണം, അത് ജനറലി ഇക്വിറ്റീനെയും എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യിപ്പിക്കണം. എക്സ്പെൻസ് ആണെന്ന് പറയണമെങ്കിൽ അത് ഇക്കണോമിക് ബെനിഫിറ്റ് ഇൻക്രീസ് ചെയ്യിപ്പിക്കണം, ഇക്വിറ്റീനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കണം. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ബാലൻസ് ആണ് in the assets of the entity after deducting all liabilities. It is also known as shareholders fund. Okay, thank you. ഒന്നുകൂടി ഞാൻ റിമൈൻഡ് ചെയ്യുന്നു, അക്കൗണ്ട്സ് ബൈ ഹാർട്ട് അല്ല പഠിക്കേണ്ടത്. എപ്പോഴും അക്കൗണ്ട്സിന്റെ തിയറിയിൽ നല്ല സ്ട്രോങ് ആണ്, കോൺസെപ്റ്റ് നല്ല സ്ട്രോങ് ആണെങ്കിൽ അക്കൗണ്ടൻസി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 100 out of 100 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. താങ്ക് യു.